വയനാട്ടിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കരടിയെ വനത്തിലേക്ക് തുരത്താൻ ശ്രമം. ഒടുവിൽ കരടിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച പനമരത്ത് നിന്ന് കിലോമീറ്ററുകൾ മാത്രം അകലെയാണ് കുറുവ വനപ്രദേശം. ഇതിന് സമീപത്തെത്തിയാൽ കരടി കാട്ടിലേക്ക് കയറുകയോ ഇല്ലെങ്കിൽ തുരത്തുകയോ ചെയ്യാമെന്നാണ് വനം വകുപ്പ് കരുതുന്നത്. ജനവാസ മേഖലയിലൂടെ കരടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ തരുവണയിലായിരുന്നെങ്കിൽ കിലോമീറ്ററുകൾ സഞ്ചരിച്ച് പനമരം ടൗണിനോട് ചേർന്ന സ്ഥലത്ത് ഇന്ന് രാവിലെ എത്തി. ഇവിടുള്ള CCTVയിൽ കരടിയുടെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട്. ഇതിനിടെ ചില വീടുകളിലും കടകളിലും കരടി കയറി. ഒരിടത്തു നിന്ന് പഞ്ചസാരപാത്രം എടുത്തുകൊണ്ടുപോയി. പനമരം പുഴയോരത്താണ് ഒടുവിൽ കരടിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചത്. പുഴയ്ക്കരികിലൂടെ സഞ്ചരിച്ചാൽ 10 കിലോമീറ്ററോളം അകലെ വനപ്രദേശമാണ്. 3 ദിവസങ്ങൾ നീണ്ട സഞ്ചാരം അങ്ങനെ കാട്ടിലെത്തുമെന്നാണ് വനംവകുപ്പ് കരുതുന്നത്. ഇല്ലെങ്കിൽ കാട്ടിലേക്ക് തുരത്താനും എളുപ്പമാവും. ഇന്നലെ കരടിക്കരികിൽ വനംവകുപ്പ് RRT സംഘം എത്തിയിരുന്നെങ്കിലും മയക്കുവെടി വെക്കാൻ സാധിച്ചിരുന്നില്ല. കരടി ജനവാസ കേന്ദ്രങ്ങളിൽ തുടർന്നാൽ ഏതു വിധേനയും മയക്കുവെടി വെക്കാൻ തന്നെയാണ് വനംവകുപ്പ് തീരുമാനം. കൈരളി ന്യൂസ്, വയനാട്.